കോഴിക്കോട് ഇന്നലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമാണുണ്ടായത്. രാമനാട്ടുകരയിൽ ക്ഷേത്രത്തിലെ ആൽമരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. തോട്ടുമുക്കത്ത് മേൽക്കൂര തകർന്നു വീണു. വീട്ടിലുണ്ടായിരുന്ന കൈക്കുഞ്ഞടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 1:30 രാമനാട്ടുകര കാരാടിലെ തിരുത്തുമ്മൽ കരുകണ്ടൻ ക്ഷേത്രത്തിലെ ആൽമരം സമീപത്തുള്ള വീടിന് മുകളിലേക്ക് കടപുഴകി വീണത്. വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരം തിരുത്തുമ്മൽ വേലായുധന്റെ വീട്ടിലേക്ക് മറയുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ സമീപത്തുള്ള മരങ്ങളും വീടിന്റെ മുറ്റത്തേക്ക് വീണു. സംഭവ സമയത്ത് വീട്ടിലായിരുന്ന വേലായുധൻ, ഭാര്യ ബേബി, മകൻ ഷിൻജിത്ത് എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓടിട്ട വീട് പൂർണ്ണമായും തകർന്നിരുന്നു. വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഷിബിലിന്റെ സ്കൂട്ടർ മരത്തിനടിയിൽപ്പെട്ട് തകർന്നു. അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടി വന്നിട്ടാണ് രക്ഷപ്പെടുത്തി നേരെ രാത്രി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് സംഭവം ഉണ്ടായ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടുത്തെ അച്ഛൻ നേരെ ഇത് പൊട്ടി വീണപ്പോഴത്തെ ശബ്ദം കേട്ട് പുറത്ത് എങ്ങനെയൊക്കെയോ ഇറങ്ങി അടുത്തുള്ള നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്, ഷൈജു പറഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആകെ രക്തത്തെ കുളിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഇവിടെ അവരെല്ലാവരും വന്ന് നോക്കിയപ്പോൾ അമ്മ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അവരെല്ലാം എടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് നേരെ കൊണ്ടുപോയത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം തരിയോട് വല്ലാക്കൽ നഫീസയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ഉറങ്ങുന്ന കൈക്കുഞ്ഞടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മേൽക്കൂര തകരുന്ന ശബ്ദം കേട്ടയുടനെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെയും കൂട്ടി നഫീസ പുറത്തേക്ക് ഓടുകയായിരുന്നു. പെട്ടെന്ന് വീണ ഒച്ച കേട്ടത്, അതിൽ കുട്ടീനെ എടുത്ത് ഓടിയതാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് നോക്കി ഒന്നായിട്ട് ഡിമ്മായിന്, പുറത്ത് കണ്ട് ഇറങ്ങിയില്ല, നോക്കി ഡിമ്മായി പോയിന്. കുട്ടി തൊട്ടിലേൽ കിടക്കേന്, അപ്പൊ കുട്ടീനെ എടുത്ത് കണ്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മേൽക്കൂര തകർന്നു വീണത്. പഴക്കം ചെന്ന മരവും ഓടും ഉപയോഗിച്ചുണ്ടാക്കിയ മേൽക്കൂര കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ തകർന്നതാണെന്നാണ് നിഗമനം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.